അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിച്ച് കരഞ്ഞ് നിലവിളിച്ചകത്ത് കയറി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റിലാക്സ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ചെന്ന് നോക്കി, അപ്പോഴും ഞങ്ങൾ നേരിട്ട് ആ കുളത്തിൻ്റെ അവിടെ നിന്ന് കണ്ടു. നിങ്ങൾ കുറച്ച് മീറ്ററുകൾ നടക്കുമ്പോഴേക്ക് നേരെ ആ വെടിപ്പുര കാണാം. സ്ഫോടനത്തിന്റെ നടുക്കത്തിലാണ് ആ സ്ഫോടനം നടന്നതിന് ചുറ്റുമുള്ള വീട്ടുകാർ. ഞാനിപ്പോൾ സ്റ്റെബിൻ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഉള്ളത്. ഇന്നലെ നിങ്ങൾ എന്തോ ഇവിടെ ഫംഗ്ഷൻ നടക്കുമായിരുന്നു അല്ലേ? അപ്പോൾ പെരുന്നാൾ നടക്കുന്നുണ്ടായിരുന്നു, പള്ളിയിലത്തെ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രദർശനത്തിൻ്റെ ഒരുക്കത്തിലായിരുന്നു ഞങ്ങൾ. വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ വന്ന് തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ടൊരു 3-3:30 ആയപ്പോഴാണ് ആദ്യത്തെ ഇതായത്. ഞങ്ങൾ വീട്ടിൽ റെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ തന്നെ ഒരു വേവ്സ് മരം എന്നിട്ടാണ് വന്നു, അങ്ങനെ കാറ്റ് മരം വന്നു. പിന്നെ ഗ്ലാസ്സൊക്കെ പൊട്ടുന്നതാണ് കണ്ടത്. ഗ്ലാസ് പൊട്ടി വീടിൻ്റെ. അപ്പോഴേക്കും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഭൂമി ഉൽക്കാന്ന് വിചാരിച്ച ആദ്യം, അതൊക്കെ ആലോചിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രണ്ടാമത്തതും പൊട്ടിയപ്പോൾ മനസ്സിലായില്ല. പിന്നെയും അങ്ങനെ തന്നെ ഒരു വേവ്സ് വന്നു. അപ്പോൾ പിന്നെയും ഉള്ളിലേക്ക് തന്നെ കയറി. ഇവിടെ ഫുൾ എല്ലാവരും പേടിച്ചു, കുട്ടികളൊക്കെ പേടിച്ചു. ഭയങ്കര ശബ്ദമായിരുന്നു അല്ലേ? ഭയങ്കര ശബ്ദമായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ പേടിച്ചു പോയി. അതാണ് ഏറ്റവും, അവരൊക്കെ ഷോക്കിലായിരുന്നു. ഇന്നലെ രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല അവർക്ക്, ശരിക്കും ആ പേടി കാരണമുണ്ടൊക്കെ. അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പോൾ ട്രോമയിൽ നിന്ന് പുറത്ത് വന്നതെല്ലാം കൺട്രോളിലാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് വരുന്ന ഫ്രം ബോംബെ. ഇവിടെ 7 ഡേയ്സിനുള്ളൂ. അപ്പോൾ 7 ഡേയ്സിൽ തന്നെ ഇത് സംഭവിച്ചു. ഈ പെരുന്നാളിനായിട്ട് മാത്രം വന്നേക്കെന്താ ബോംബെയിൽ നിന്ന്. അങ്ങനെയാണ്. പിന്നെ പിൻവശമൊക്കെ ഗ്ലാസ്സൊക്കെ പൊട്ടി. അങ്ങനെ അപ്പോൾ ഇന്നലെ എന്താണെന്ന് ഫസ്റ്റ് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഞങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലായില്ലേ. ശരിക്കും ഞങ്ങൾ ഒരു ഭൂമികുലുക്കത്തിൻ്റെ ഫീലിങ്ങിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ആരോ പറഞ്ഞു ഇങ്ങനെ പടക്ക കമ്പനി ഉണ്ട്, ചിലപ്പോൾ അതായിരിക്കാം എന്ന്. അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിച്ച് കരഞ്ഞ് നിലവിളിച്ചകത്ത് കയറി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റിലാക്സ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ചെന്ന് നോക്കി, അപ്പോഴും ഞങ്ങൾ നേരിട്ട് ആ കുളത്തിൻ്റെ അവിടെ നിന്ന് കണ്ടു. നിങ്ങൾ കുറച്ച് മീറ്ററുകൾ നടക്കുമ്പോഴേക്ക് നേരെ ആ വെടിപ്പുര കാണാം. അവിടെ നിന്ന് ഒരു 6 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഞങ്ങൾ ഇവിടെ ഈ കുളത്തിൻ്റെ അവിടെ നിന്നിട്ടാണ് കണ്ടത്. അപ്പോൾ ഒരു വലിയ തീഗോളം വന്നു. അങ്ങനെ വന്നിട്ട് അത് കണ്ട് പേടിച്ച് തിരിച്ചു പോന്നു. ഈ നോക്കുമ്പോൾ അവിടെ വെടിപ്പുരൻ്റെ അവിടെ എന്താ കാണുന്നത്? എന്താ വെടിപ്പുരയുടെ അവിടെ തീയാണ് കാണുന്നത്. അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടും. അത് നമുക്ക് ഒന്നും കണ്ടില്ല. പക്ഷെ പെട്ടെന്ന് ഒരു തീഗോളം ഉയർന്ന് പാടത്തിൻ്റെ നടുവിൽ വന്നു വീണു. അതാണ് കണ്ടത്. അത് കണ്ടപ്പോൾ ഞങ്ങൾ ഓടി തിരിച്ചു പോന്നു. പിന്നെ കൈയും കാലൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നതൊക്കെ കണ്ടു. പാടത്താണ് വന്ന് തെറിച്ച് വീണങ്ങനെ. അല്ല പിന്നെ ഈ കുറച്ച് സമയം നീണ്ടു നിന്നൂല്ലേ? കുറേ സമയം, 1/2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഫയർ എഞ്ചിനും ഇതൊക്കെ തന്നെ 4 മണി വരെ ഫയർ എഞ്ചിനും ഇതൊക്കെ വരാൻ സമയം എടുത്തിട്ടുണ്ട്. പേടിച്ചു പോയോ? പേടിച്ചു. 2 കുട്ടികൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു ചെറിയ കൗൺസിലിങ് കൊടുക്കേണ്ടി വരും. ഇതാണ് ഈ കുട്ടികൾ, അതോടൊപ്പം തന്നെ പ്രായം ചെന്ന ആളുകൾ, ഇവരെല്ലാം തന്നെ വലിയ തോതിൽ ആശങ്കപ്പെടുകയും ഭയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചിലർക്കെങ്കിലും ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം വരും എന്നതുകൂടിയാണ്. അതിനുള്ള സജ്ജീകരണങ്ങൾ കൂടി ജില്ലാ ഭരണകൂടം ആരോഗ്യവകുപ്പും നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.